നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹോണർ ഐടെക്സിൻ്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ്. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ മാത്രമാണ്. കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഡീറ്റെയിൽഡ് റിവ്യൂ, പെർഫോമൻസ് റിവ്യൂ, സ്പീഡ് ടെസ്റ്റ്, ക്യാമറ റിവ്യൂ, ഗെയിമിംഗ്, മറ്റ് ഫോണുകളുമായിട്ടുള്ള കമ്പാരിസൺ റിവ്യൂസ്, ഇതൊക്കെ മറ്റ് വീഡിയോസിൽ ഞാൻ ചെയ്യുന്നതാണ്. ബോക്സ് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ബോക്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഹോണർ ഐടെക്സിൻ്റെ മോഡൽ 4GB റാം ആൻഡ് 64GB റോം വേർഷനാണ്. സൈഡിൽ ഹോണർ ഐടെക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. റിയർ സൈഡിൽ ഒക്ട കോർ CPU, 4GB റാം, 64GB റോം, Full HD plus display, 20+2 MP rear camera, 16 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് ഹോണർ ഐടെക്സിൽ വരുന്നത്. വോൾട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹോണർ ഐടെക്സ്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ, ബാറ്ററി 3750 mAh ബാറ്ററിയാണ് ഹോണർ ഐടെക്സിൽ നമുക്ക് വരുന്നത്. നമുക്കിനി ബോക്സ് ഒന്ന് തുറന്ന് അകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം. സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ് ഹോണർ ഐടെക്സ്. ഒരു അട്രാക്റ്റീവ് ഡിസൈൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സൈഡിലെ ആ ഒരു ഫിനിഷിംഗ് ടച്ച്, അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ഫോണിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫോണിൻ്റെ താഴെ ഭാഗത്ത് മൈക്രോ USB ചാർജിംഗ് പോർട്ട്, ബോക്സിനകത്ത് മറ്റ് ആക്സസറീസ് നമുക്കൊന്ന് നോക്കാം. ഒരു സിം ഇജക്ടർ ടൂൾ കിറ്റ്, മൊബൈൽ കേസ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു മൊബൈൽ കേസാണ് നമുക്ക് ഹോണർ ഐടെക്സിൻ്റെ ഒപ്പം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഹുവായി വാറൻറ്റി കാർഡ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, ഡോക്യുമെൻറ്റേഷൻ എന്നിവയും നമുക്ക് ബോക്സിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. ഫോണൊന്ന് മൊബൈൽ കേസിനകത്ത് ഇട്ട് നോക്കാം. വളരെ കംഫർട്ടായിട്ട് തന്നെ മൊബൈൽ കേസിനകത്ത് ഇരിക്കുന്നുണ്ട്. ഹോണർ ഐടെക്സിൻ്റെ ബൂട്ടിംഗ് ടൈം നമുക്ക് നോക്കാം. ഏകദേശം 40 seconds ആണ് ഹോണർ ഐടെക്സിൻ്റെ ബൂട്ടിംഗ് ടൈം. ഫോൺ ഫസ്റ്റ് ടൈം യൂസ് ആയതുകൊണ്ട് കുറച്ച് പ്രിലിമിനറി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഓവറോൾ നല്ലൊരു ഇൻ്റർഫേസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ സ്മൂത്തായിട്ട് തന്നെ ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന് തന്നെ നമുക്ക് ഡോക്യുമെൻറ്റേഷനിൽ പറഞ്ഞിട്ടുള്ള സാർ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹോണർ ഐടെക്സിൻ്റെ ഹയസ്റ്റ് സാർ വാല്യൂ എന്ന് പറയുന്നത് 0.72 ആണ്. ഫോണിൻ്റെ സെറ്റിങ്സിൽ അബൌട്ട് ഫോൺ സെക്ഷൻ നമുക്കൊന്ന് നോക്കാം. ഈ ഫോണിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് JSN L42 ആണ്. EMUI വേർഷൻ 8.2.0, ആൻഡ്രോയിഡ് വേർഷൻ 8.1 ആണ്. CPU ഹൈ സിലിക്കോൺ ക്യൂറിൻ 710 ആണ് ഹോണർ ഐടെക്സിൽ വരുന്നത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വേർഷൻ 4GB വേർഷനാണ്. ഫോൺ സ്റ്റോറേജിൽ 64GB ആണ് ടോട്ടലായി വരുന്നത്. അതിൽ 53.41GB ആണ് യൂസർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തതായി ഇൻബിൽഡ് ആപ്സ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ 1-2 ആപ്സ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് നോക്കട്ടെ. തീർച്ചയായും ഇൻബിൽഡ് ആപ്സ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്.
ക്യാമറ ആപ്പ് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പർച്ചർ, നൈറ്റ്, പോർട്രേറ്റ്, ഫോട്ടോ, വീഡിയോ, അതുപോലെ ഒരു മോർ ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രോ മോഡ്, സ്ലോ മോഡ്, പനോരമ, ലൈറ്റ് പെയിൻറ്റിങ്, HDR, ടൈം ലാപ്സ്, ഒരുപാട് ഓപ്ഷൻ നമുക്കിവിടെ ഹോണറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ റെക്കോർഡിംഗ്, വെറൈറ്റി ഓഫ് റെസൊല്യൂഷനിൽ നമുക്കിവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിലും നമുക്കിതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ വീഡിയോ റെക്കോർഡിംഗ് ഫീച്ചേഴ്സ് നമ്മൾ നോക്കുമ്പോൾ 720p വീഡിയോ വരെയാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഹോണർ ഐറ്റക്സിൻ്റെ റീബൂട്ടിംഗ് ടൈം എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏകദേശം 32 സെക്കൻഡ് സമയമാണ് ഹോണർ ഐറ്റക്സിൻ്റെ റീബൂട്ടിംഗ് ടൈം.